ബിസ്മി ചൊല്ലിയില്ലെങ്കിൽ പിശാചതിൽ പങ്കുചേരും. ഒരിക്കൽ രണ്ട് പിശാചുക്കൾ തമ്മിൽ കണ്ടുമുട്ടി. ഒരാൾ സത്യവിശ്വാസിക്കൊപ്പം കൂടുന്ന പിശാചും മറ്റവൻ അവിശ്വാസിയുടെ കൂടെക്കിടപ്പുകാരനുമായിരുന്നു. അവിശ്വാസിക്കൊപ്പമുള്ളവൻ്റെ ശരീരം തടിച്ചുരുണ്ടതും എണ്ണമയമുള്ളതുമായിരുന്നു. വസ്ത്രവും ധരിച്ചിരുന്നു. സത്യവിശ്വാസിക്കൊപ്പം കൂടിയ പിശാചാവട്ടെ മെലിഞ്ഞ് നീണ്ട നഗ്ന മേനിയോടെയുള്ളവനും. തടിച്ച പിശാച് മെലിഞ്ഞവനോട് ചോദിച്ചു, അല്ല കൂട്ടുകാരാ, നീ എന്താണിങ്ങനെ മെലിഞ്ഞിട്ടിരിക്കുന്നത്? ഉടുക്കാനും ഉണ്ണാനും കിട്ടാത്ത ദരിദ്രവാസിയെ പോലെയുണ്ടല്ലോ നിൻ്റെ കോലം. അപ്പോൾ ആ പിശാച് പറഞ്ഞു, ഞാൻ സഹവസിക്കുന്നവൻ ദൈവഭക്തനാണ്. അവൻ കുടിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കും. അപ്പോൾ ഞാൻ ദാഹിച്ചു വലയും. ഭക്ഷിക്കുമ്പോഴും ബിസ്മില്ലാ ചൊല്ലും. അന്നെനിക്ക് പട്ടിണിയാണ്. വസ്ത്രം ധരിക്കുമ്പോഴും ദൈവനാമം ഉച്ചരിക്കും. ഞാനപ്പോൾ നഗ്നനായിത്തീരും. എണ്ണയിടുമ്പോഴും സ്ഥിതി ഇത് തന്നെ. എൻ്റെ ചർമ്മം വരണ്ടുണങ്ങിയ കാരണമാണിത്. അവിശ്വാസിക്കൊപ്പം കൂടിയ പിശാച് പറഞ്ഞു, നിൻ്റെ കാര്യം കഷ്ടം തന്നെ. ഈ വക യാതൊരു ഏർപ്പാടും ചെയ്യാത്തവൻ്റെ കൂടെയാണ് ഞാൻ. അവൻ്റെ എല്ലാ കാര്യത്തിലും ഞാൻ കൂട്ടിനുണ്ട്. ഉള്ളി വൃത്തിയാക്കാതെ ജീവനോടെ പൊരിച്ചതോ ചുട്ടതോ ആയ മത്സ്യം, ദുർഗന്ധമുള്ള മത്സ്യം എന്നിവ ഭക്ഷിക്കൽ കറാഹത്താണ്. പിശാചിനെ അകറ്റിയാൽ മാത്രം പോരാ, ഭക്ഷണത്തിൻ്റെ ബറക്കത്ത് കിട്ടണമെങ്കിൽ തുടച്ച് വടിച്ച് കഴിക്കുകയും കൂടി വേണം. ജാബിർ റളിയല്ലാഹു ഉദ്ധരിക്കുന്നു, ഭക്ഷണം പാത്രവും കൈവിരലും ഈമ്പണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. നിശ്ചയം ഏതൊന്നിലാണ് ബറക്കത്തെന്ന് നിങ്ങൾ അറിയില്ല. ഈ ഹദീസിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറയുന്നത് ശ്രദ്ധിക്കുക. ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഭക്ഷണത്തിലുള്ള ബറക്കത്ത് ഭക്ഷിച്ചതിലാണോ അവശേഷിച്ചതിലാണോ, വിരലിൽ ബാക്കിയായതിലാണോ, പാത്രത്തിൻ്റെ ഭാഗത്ത് ഉള്ളതിലാണോ, വീണുപോയ ഭക്ഷണത്തിലാണോ എന്നറിയാൻ കഴിയില്ല. അതിനാൽ ബറക്കത്ത് ലഭിക്കാൻ ഇവകളെല്ലാം സൂക്ഷിക്കേണ്ടതാണ്.